ശീലങ്ങൾ പലയിടങ്ങളിലും പലപ്പോഴും ക്രമീകൃതമായി ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പായിരിക്കാം, ആ കുഞ്ഞുങ്ങളുടെ ഭാവിയായിരിക്കാം, ആ വ്യക്തിയുടെ രീതിയായിരിക്കാം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് രാവിലെ എഴുന്നേറ്റ് അവന് പ്രാർത്ഥിക്കണം, അതൊരു ശീലമാണ്. ബൈബിളിനകത്ത് വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രത്യേകമായ 5 ശീലങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലുള്ള ഭാഗങ്ങളിലല്ല, ആത്മമണ്ഡലത്തിൽ നാം തിരിച്ചറിയപ്പെടേണ്ടുന്ന 5 ശീലങ്ങൾ എല്ലാ വ്യക്തികളിലും മനസ്സിലാക്കുവാനായി കഴിയും. വിശുദ്ധ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നത് ദൈവമക്കൾ ശ്രദ്ധിപ്പേൻ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിനകത്ത് 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ 13-14 വാക്യങ്ങളിലൊക്കെയും ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയപ്പെടുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഇപ്രകാരം നമ്മളത് കേട്ടോ: ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്ന് എഴുതിയിരിക്കപ്പെടുന്നു. ബൈബിളിനകത്തുള്ള പഞ്ചശീലങ്ങളെന്നാണ് ഇതിനിട്ടിരിക്കുന്ന പേര്. 5 വിശ്വാസികളുടെ 5 പ്രത്യേകമായ ശീലങ്ങൾ. വിശ്വസിക്കുന്നവരെല്ലാവരും വിശ്വാസികളാണ്. ദൈവത്തെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ പൈതലും അറിഞ്ഞിരിക്കേണ്ടുന്ന 5 ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഈ 5 ശീലങ്ങളും നമ്മൾ ഉരുവാക്കിയെടുക്കുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹം. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കപ്പെടുമ്പോൾ കുറേ ശീലങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. മാത്രമല്ല, പുതുതായിട്ട് ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി അവരെ ശീലിപ്പിക്കുന്ന ശീലങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയങ്ങളിലേക്ക് എന്താ ചെയ്യപ്പെടും? പെൺകുട്ടികളാണെങ്കിൽ അമ്മമാര് 2 നേരം ചെറുതിലേക്കുള്ളിൽ ശീലിപ്പിക്കും. അങ്ങനെ ശീലം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്നോട്ട് തുടങ്ങിക്കൊള്ളണം. സ്വത്ര 2 കാല് നോക്കുമ്പോഴത്തേക്ക് അറിയാം കുട്ടിയുടെ വൃത്തി എത്രത്തോളമെന്ന്. ഹല്ലേലൂയ. ഇവിടെ എല്ലാം ചിലപ്പോൾ ചിലരൊക്കെ പെയിന്റ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ നടക്കുക, കാലിലോട്ട് നോക്കണം, വൃത്തി കാണൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലത്തിന്റെ കുഴപ്പമാണ്. അപ്സെറ്റായി, എല്ലാവരും പിണങ്ങി. ഈ ശീലമൊക്കെ ബ്രദറിനറിയാവോ? അല്ലേ? ഹല്ലേലൂയ. അറിഞ്ഞൂടാത്തവരെ പഠിപ്പിക്കണം. ആമേൻ. കുട്ടികളെ ശീലം പഠിപ്പിക്കും. പഠിക്കാനിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിച്ചു വെച്ചിരിക്കുക, ശീലം പഠിപ്പിക്കുക. കമു ആയതിനു ശേഷം ഈ പിള്ളേരൊന്നും പിടിച്ചാൽ കിട്ടൂല എന്ന് അമ്മമാർക്ക് അറിയാം. അതുകൊണ്ട് ചെറുപ്രായത്തിൽ എപ്രകാരമാണ് ഈ ശീലങ്ങളെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുന്നത്, ആ വിധത്തിലായിരിക്കപ്പെടും. മുതിർന്ന് വരപ്പെടുമ്പോൾ അവരിലുണ്ടാകുന്ന ആ ശീലം. 2 ദിവസത്തിലൊരിക്കലാണ് പിള്ളേരെ കുളിപ്പിക്കുന്നു എങ്കിൽ മുതിർന്നു വന്ന് അത് വേറൊരു കുടുംബത്തിൽ ചെല്ലുന്ന സമയത്തിൽ അത് ആ ശീലമേ കാണിക്കത്തുള്ളൂ. അങ്ങേര് പറയും, നീ അപ്പുറത്ത് നിന്നിടാ, ഞാൻ ഇപ്പുറത്ത് കിടക്കാം. കുടുംബ പ്രശ്നം അത്ര മതിയല്ലോ, അല്ലേ? എൻ്റെ അടുത്ത് കിടക്കൂല അങ്ങേര്. അമ്മ, എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമാണ്. എന്താണ്? കല്യാണം കഴിഞ്ഞ് 5-6 ദിവസം എൻ്റെ അടുത്ത് കിടന്ന്, അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അപ്പുറത്തെ മുറിയിലുമാക്കി ഇപ്പുറത്തെ മുറിയിൽ. നീ പഠിപ്പിക്കാത്തതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ക്യാമറയിലും മൈക്രോഫോണിലും ഷാജി ബ്രദർ എന്നാണ് വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞ ശീലങ്ങൾ പലയിടങ്ങളിലും പലപ്പോഴും ക്രമീകൃതമായി ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പായിരിക്കാം, ആ കുഞ്ഞുങ്ങളുടെ ഭാവിയായിരിക്കാം, ആ വ്യക്തിയുടെ രീതിയായിരിക്കാം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് രാവിലെ എഴുന്നേറ്റ് അവന് പ്രാർത്ഥിക്കണം, അതൊരു ശീലമാണ്. ബൈബിളിനകത്ത് വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രത്യേകമായ 5 ശീലങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലുള്ള ഭാഗങ്ങളിലല്ല, ആത്മമണ്ഡലത്തിൽ നാം തിരിച്ചറിയപ്പെടേണ്ടുന്ന 5 ശീലങ്ങൾ എല്ലാ വ്യക്തികളിലും മനസ്സിലാക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറയാവോ? ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. 5 പ്രത്യേക ശീലങ്ങൾ. ഈ 5 ശീലങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച്
ഫൈറ്റ് ചെയ്താലേ നമുക്ക് ആ ലെവലിലേക്ക് ചെന്നെത്തുവാനായി കഴിയപ്പെടത്തേ ഉള്ളൂ. ദൈവം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവിൽ നിങ്ങൾ ശരണപ്പെട്ട് ആമേൻ പൂർണ്ണമായത് മനസ്സിലാക്കി പോകുവാൻ കഴിയും. ഉണർന്നിരിപ്പിൻ. എന്താ ഉണർന്നിരിപ്പ്? ഉറക്കമൊഴിഞ്ഞിരിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കം മുഷിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടുന്ന സമയം ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഹല്ലേലൂയ. ഉറക്കം മനുഷ്യന് ആവശ്യമാണ്. ഒരു മനുഷ്യന് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം ഉറക്കം. അവൻ സുഖമായിട്ട് അവന് ഉറക്കം കിട്ടുന്നു എങ്കിൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആശ്വാസം പ്രാപിക്കുക. ഒരു വ്യക്തിക്ക് സുഖമായ നിദ്ര ലഭിക്കുന്നുവെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കുകയാണ്. അമിതമായ ഉറക്കത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യത്തിന് ഉറക്കം. പക്ഷേ ആത്മാവിൽ ഉണർന്നിരിക്കണം. നമുക്കൊരു എതിരാളി ഉള്ളത് കൊണ്ട്, നമുക്കെതിരായിട്ടൊരു പിശാചുള്ളത് കൊണ്ട് ഉണർന്നിരിക്കണം. യേശു കർത്താവ് ശിഷ്യഗണങ്ങൾ അടുക്കലേക്ക് കടന്ന് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആ സമയം അവർ ഉറങ്ങാനുള്ളതല്ല, ആ സമയം അവർ ഉണർന്നിരിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്കൊരു സ്വപ്നത്തിലൂടെയോ ഒരു വെളിപ്പാടിലൂടെയോ ഒരു ദർശനത്തിലൂടെയോ ഒരു വചനത്തിലൂടെയോ ദൈവം നിങ്ങൾക്ക് ചില സൂചനകൾ നൽകുന്ന സമയത്തിൽ നിങ്ങളതിനെ നിസാരമായി കാണുകയല്ല വേണ്ടത്. എതിരാളി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സാത്താന്യ ശക്തികൾ ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ജാഗരൂകമായിട്ടിരിക്കപ്പെടണം. ദൈവം നമുക്ക് മുൻപ് കൂട്ടി ചിലതിനെ അറിയിക്കുന്ന സമയത്തിൽ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാർത്ഥനയുടെ അനുഭവം. യേശു കർത്താവ് ശിഷ്യന്മാർക്കൊരു വാണിംഗ് കൊടുത്തു. ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. കർത്താവ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു പ്രശ്നം വരാൻ പോവുക, നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ സമയം നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടെ, നിന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ കുടുംബം അല്ലെങ്കിൽ നിന്റെ വരുമാന മാർഗം താറുമാറായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ സാമ്പത്തിക മേഖല തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഉറങ്ങി ആശ്വസിക്കലല്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രാത്രി മുഴുവനും ഇന്റർനെറ്റിനകത്തിരിക്കുന്നവർ, രാത്രി മുഴുവനും നിങ്ങൾ അതിനകത്തിരിക്കുന്നവർ, നിങ്ങളുടെ ഉറക്കം വരത്തില്ല. ശരിയാണ്, പുതിയ ലോകത്തിലേക്ക് പോവുകയല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം, ഈ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൽ വേണമെങ്കിലും ഇന്റർനെറ്റ് വഴി പോകുവാൻ ഉതകത്തക്ക വിധത്തിലേക്കുള്ള രീതികൾ, സാഹചര്യങ്ങൾ മാത്രമല്ല, എത്ര GB വേണോ എടുക്കാം. എല്ലായിടം വൈഫൈ സംവിധാനങ്ങൾ, എല്ലായിടങ്ങളിലും സ്തോത്രം മറ്റിതര ക്രമീകരണങ്ങൾ സകലവും വന്നിരിക്കുന്നിടത്തോളം സകലവും അനുകൂലമാണ്. പേരൻസ് ഒന്ന് മനസ്സിലാക്കിക്കോ. പിള്ളേർ ഭയങ്കര പഠിത്തമാണ്. രാത്രി നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ കിടക്കണം. ഭയങ്കര പഠിത്തം. വല്ലപ്പോഴും അകത്തോട്ട് കയറിയൊന്ന് നോക്കണം. ഹല്ലേലൂയ. ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആകെപ്പാടെ യൗവനക്കാരികളോ ഉറക്കം കളയരുത്. നിന്റെ തലച്ചോറിൻ്റെ ആയുസ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ മെമ്മറി പവർ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നീ പോലും അറിയുന്നില്ല. ദൈവം പറഞ്ഞ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉണർന്നിരിക്കണം. ജാഗ്രതയുള്ളവരായിരിക്കണം. അലസ അനുഭവത്തോടു കൂടിയല്ല, അലസന്മാരായി നടക്കുകയല്ല. ഒരു ഉത്തരവാദിത്വവും ഇല്ലാണ്ട്, ഒരു ശ്രദ്ധയുമില്ലാതെ പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ആരാധിക്കുന്നുണ്ടല്ലോ, ഇല്ല. എല്ലാ കാര്യാന്തികളെയും നിനക്ക് ദൈവം മുൻപ് കൂട്ടി ഒരു ദർശനത്തിലോ വെളിപ്പാടിലോ ദൈവവചനത്തിലൂടെയോ ഒരാലോചന നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കർത്താവ് ഒരു ദൂത് നൽകിക്കഴിഞ്ഞാൽ, നിങ്ങൾ അതിനു വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഉറക്കം മുഷിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടിയിട്ട് ഉപവസിക്കേണ്ടുന്ന സമയം ഉപവസിച്ചു പ്രാർത്ഥിച്ചു മധ്യസ്ഥ വഹിച്ചില്ല എങ്കിൽ സഭാവിശ്വാസികൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും നോക്കിയിട്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ടി വരും. ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയുടെ സപ്പോർട്ട് ലഭിക്കാണ്ട് വരപ്പെടുമ്പോൾ മുൻപന്തി നിൽക്കുന്നവർ വ്യാകുലപ്പെടും. എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ ആത്മാവിൽ ആരാധിച്ചിട്ട് അവരുടെ കുടുംബത്തിനകത്തൊരു അനർത്ഥം സംഭവിച്ചോ? ജാഗ്രത. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരാളി ഉള്ളത് കൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങളുടെ പഞ്ചശീലങ്ങളിൽ ഒന്നാമത്തെ ശീലമായിരിക്കപ്പെടുകയാണ് ഉണർന്നിരുപ്പീൻ.
ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എതിരാളി അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഓടി നടക്കുന്നത് കൊണ്ട് നിങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കരുത്. നിങ്ങൾ പടക്കളത്തിലായതുകൊണ്ട് ഏത് സമയത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകാം, ഏത് സമയത്ത് നിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാം, ഏത് സമയത്തിലും നിന്നെ തോൽപ്പിക്കാം. അതുകൊണ്ട് അലക്ഷ്യമായിട്ടിരിക്കുകയോ ജാഗ്രതയില്ലാതിരിക്കുകയോ ഉണർന്നിരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രബലനായിരിക്കുന്ന സാത്താന്റെ ശക്തികള് നിങ്ങളെ തോൽപ്പിച്ചു കളയപ്പെടുക. അത് വടാതിരിപ്പാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നിങ്ങളെ വിട്ട് കടന്നു പോകപ്പെടത്തേയില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവമക്കളുടേതായിട്ടുള്ള ഒരു ഉത്സാഹത്തോടുള്ള പ്രാർത്ഥന, ഒരു നിലവിളി, കണ്ണുനീര് എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ ചേർത്തടിച്ചു നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ്, അത് 5 ശീലങ്ങളിൽ പ്രധാനപ്പെട്ടതാ. എൻ്റെ പ്രാർത്ഥന കുറഞ്ഞിരിക്കുകയാ, എൻ്റെ ഉപവാസം കുറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ആരാധന കുറഞ്ഞിരിക്കുകയാണ്, എനിക്ക് മടങ്ങി വരണം. ഒന്നാമത്തെ ശീലമാണ് ഉണർന്നിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കപ്പെടണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കപ്പെടണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനാശീലമില്ലാത്തവരാണോ ദൈവമക്കളെ? ഉപവാസത്തിലുള്ള ശീലമില്ലാത്തവരാണോ നിങ്ങൾ? ആമേൻ. അത് ചെയ്തേ മതിയാകത്തുള്ളൂ. എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നു. ഹല്ലേലൂയ. എവിടെയെല്ലാം മുൻകരുതലുകൾ ദൈവമക്കൾ പല വിഷയങ്ങളുടെ മധ്യത്തിലും നിങ്ങൾ എടുക്കുന്നു. പല കാര്യാദികളെക്കുറിച്ച്. മക്കൾ പെൺകുട്ടികളാണ് ജനിക്കുന്നുവെങ്കിൽ ആ ജനിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും കൊണ്ട് 5000 രൂപയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുന്നു. അത് പെരുകി 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 അല്ലേ വളർന്നു വരുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുന്നു, എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വയ്ക്കുന്നു. ആ കുട്ടിയെ വിവാഹം കഴിച്ചയപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന നിങ്ങൾ കരുതി വയ്ക്കുന്നുണ്ടോ? തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നിങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ചെറുപ്രായത്തിലെ നിങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാണെങ്കിൽ എല്ലാം നിങ്ങൾ കൃത്യമാണ്, എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? പ്രാർത്ഥനയിൽ കൃത്യനിഷ്ഠ ഉണ്ടോ? ഇല്ല എങ്കിൽ ഇന്നു മുതൽ അത് ആരംഭിക്കണം. ഹല്ലേലൂയ. മറന്നു പോകുന്ന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളതല്ല. നിന്റെ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, ദൈവസന്നിധിയിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. ആമേൻ. അത് തരേണ്ടുന്ന സമയത്തിൽ ദൈവം ഒന്നൊന്നായിട്ട് തരും. ഏതോ കാലഘട്ടത്തിൽ എനിക്ക് സമയം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ ഡിപ്പോസിറ്റ് ചെയ്താണ്. പ്രാർത്ഥനയിൽ എന്ത് ചെയ്തെന്നറിയാവോ? എന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ ചിലത് ഡിപ്പോസിറ്റ് ചെയ്തു. എനിക്ക് ഭവനം വേണം, ഞാൻ പ്രാർത്ഥനയിൽ ഡിപ്പോസിറ്റ് ചെയ്തു ഭവനത്തിനുള്ള കാശ്. ഇതെല്ലാം അന്ന് ആവശ്യപ്പെട്ടതെല്ലാം കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിനകത്ത് ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണമേ. ഡിപ്പോസിറ്റ് ചെയ്തു. നിങ്ങളുടെ സമയമുള്ളൊരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയിൽ ചിലത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സമയമാണ്. സമയമുള്ളപ്പോൾ നീ ഡിപ്പോസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഹല്ലേലൂയ. ഒരു ദിവസത്തിനകം മറുപടി വന്നില്ല എങ്കിൽ, 2 ദിവസത്തിനകം വെച്ച് മറുപടി വന്നില്ല എങ്കിൽ, നിനക്ക് ദൈവമായ കർത്താവ് മറുപടി തരുന്ന ഒരു സമയമുണ്ടായിരിക്കും. നീ തിരക്കേറിയ സമയത്ത് നിനക്കൊരു വാർദ്ധക്യം വരുമ്പോൾ, ഹല്ലേലൂയ, പത്രോസിനോട് കർത്താവ് പറയപ്പെടുന്ന മനുഷ്യൻ വൃദ്ധനാകുമ്പോൾ മറ്റൊരാൾ അത് ചെയ്തു തരേണ്ടി വരപ്പെടും. അതുപോലെ തന്നെ ഹല്ലേലൂയ, നീ വൃദ്ധനാകുന്ന സമയം, നിന്നെ കൊണ്ട് കഴിയാത്ത സമയം, നിന്നെ കൊണ്ട് സമയം കിട്ടാണ്ട് വരുന്ന സമയത്ത് നീ അന്ന് ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ഈ നാളുകൾ നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാം. പ്രാർത്ഥനയിൽ ചിലത് ഡിപ്പോസിറ്റ് ചെയ്യണം. നിന്റെ മുതൽക്കൂട്ട് പ്രാർത്ഥനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ. രണ്ടാമത്തെ നമ്മുടെ ശീലം, വിശ്വാസം കുറയുന്നോ കൂടുന്നോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണം. ചിലർക്ക് വരുന്ന പ്രയാസമാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും. കഷ്ടം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ആകുലതകളും വ്യാകുലതകളും കടന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നു ഇല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നുവോ ഇല്ലയോ എന്ന് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ശോധന ചെയ്യണം. വേദ പുസ്തകത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണ് വിശ്വാസം. രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല വിശ്വാസം, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വിശ്വാസം. നമ്മൾ വിശ്വാസം നിലനിൽക്കാനുള്ളതാണ്. അടുത്ത പുരുഷത്വം കാണിപ്പിൻ. നമ്മൾ ചിലയിടത്ത് സ്ട്രോങ് ആണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷത്വം കാണിക്കണം. അയൽവാസിയോടല്ല പുരുഷത്വം കാണിക്കേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിലല്ല പുരുഷത്വം കാണിക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളോടല്ല പുരുഷത്വം കാണിക്കുന്നത്. ദുഷ്ട പിശാചിനോട് നമുക്കൊരു പുരുഷത്വം ഉണ്ടായിരിക്കണം. പിശാചിനോട് ഭീരുവാകരുത്.
ദാവീദിന്റെ ചേട്ടന്മാരെല്ലാവരും ഭീരുവായപ്പോൾ ദാവീദ് ഏലാ താഴ്വരയിലേക്ക് കടന്നു വന്ന് പുരുഷത്വം കാണിച്ചപ്പോൾ ദൈവത്തിന്റെ നാമമോടെ മഹിമപ്പെടുക മാത്രമല്ല, അവിടെ ശത്രുവായിരിക്കപ്പെടുന്ന സാത്താന്റെ പ്രതിനിധിയായിരിക്കുന്ന രാക്ഷസ സമൂഹത്തിൽപ്പെടുന്ന ആര്? ഗോലിയാത്ത്. രാക്ഷസ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഗോലിയാത്ത്. അനുസരണം കെട്ട ദൈവത്തിന്റെ ദൂതന്മാർ ഭൂമിയിലേക്ക് കടന്ന് മനുഷ്യരുമായിട്ട് ഇണചേർന്നിട്ട് രൂപപ്പെട്ട വിഭാഗമാണ് രാക്ഷസ വിഭാഗങ്ങൾ, അഥവാ വലിപ്പമുള്ള രാക്ഷസ സമൂഹം എന്ന് പറയത്തക്ക ഇതിൽപ്പെട്ട ഒരാളാണ് ഗോലിയാത്ത്. ആ ഗോലിയാത്തിൽ അമാനുഷികമായ ശക്തിയുണ്ട്. മനുഷ്യനും ദൂതനും തമ്മിൽ യോജിച്ചപ്പോൾ ഉണ്ടാകപ്പെട്ട കുഞ്ഞാക കൊണ്ട് അത് ഒരു സാധാരണ അനുഭവമല്ല. ദൈവത്തിന് വിപരീതമായിട്ട് നിൽക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള സ്വാഭാവിക മനുഷ്യനിൽ നിന്ന് കുറെ കൂടെ ശക്തി ആർജിക്കപ്പെട്ട ഒരു സാഹചര്യമാകണം. ആ ഗോലിയാത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കപ്പെടുന്ന ദാവീദ് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യൻ, അഭിഷേകമുള്ളവൻ ധൈര്യം കാണിച്ചതായിരുന്നു ആ വിടുതലിന് കാരണം. ചില ഇടങ്ങളിൽ നിങ്ങൾ ധൈര്യം കാണിക്കണം. വിശ്വാസം നിങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ധൈര്യം കാണിക്കണം. അതോടൊപ്പം ശക്തിപ്പെടുവൻ. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശീലം മാറിപ്പോകരുത്. ശക്തിപ്പെടുന്ന ശീലം നിങ്ങളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എങ്ങനെ ശക്തിപ്പെടണം? വീട്ടിലിരുന്ന് ശക്തിപ്പെട്ടാൽ പരിധികളുണ്ട്. പക്ഷേ ആത്മീക കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വന്ന ആത്മാവിൽ ശക്തിപ്പെടണം. ആത്മാവിലും സത്യത്തിലും ആരാധിച്ച്, പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ദൈവമക്കൾ ശക്തി പ്രാപിക്കപ്പെടുക. നിന്റെ ശക്തി കുറഞ്ഞുവെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ വരുന്ന സാത്താനുണ്ട്. ശക്തി കുറഞ്ഞു എന്ന് കണ്ടാൽ പിശാച് നിന്നെ ഉപദ്രവിക്കും. ശക്തി കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ സാത്താൻ നിന്നെ ആക്രമിക്കും. ശക്തി കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാച് നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ഇരിക്കും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ, എല്ലാം സ്നേഹത്തിൽ ചെയ്യണം. ഒരാളെ സഹായിക്കുന്നത് സ്നേഹത്തിൽ, ഒരാളെ ശാസിക്കുന്നത് സ്നേഹത്തിൽ, ഒരാളെ ശിക്ഷിക്കുന്നത് സ്നേഹത്തിൽ. ഹല്ലേലൂയ. ആ പോയിന്റ് പിടിയിട്ടോ? ശിക്ഷിക്കുന്നത് സ്നേഹത്തിൽ. പിള്ളാരെയാണല്ലോ ശിക്ഷിക്കുന്നത്. എങ്ങനെയാ? സ്നേഹത്തിലാണോ? ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എനിക്ക് 1,00,000 രൂപ കടം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം തന്നില്ല, സ്നേഹത്താൽ ശിക്ഷിച്ചു. നീ തന്നാ നീ കടക്കാരനാകുമെന്നും നീ കൊണ്ട് മുടക്കുന്ന തൊഴിൽ പൊളിയൊന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് പൈസ തന്നില്ല. സ്നേഹത്താൽ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. സ്നേഹമുള്ളത് കൊണ്ട് ശിക്ഷ. ഹല്ലേലൂയ. നമുക്കത് അരോചകരമായി തോന്നും, പക്ഷേ ആ ശിക്ഷ സ്നേഹത്തിൽ. ദൈവമക്കൾ പരസ്പരം നിങ്ങൾ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അനുവാദമുള്ളവരാണെങ്കിൽ, ഹല്ലേലൂയ, അതിന് അനുവാദമുള്ളവരുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശിക്ഷിക്കാൻ അനുവാദമുണ്ട്. സ്നേഹത്താൽ ശാസിക്കാം. ദൈവവൈതലെ, നിങ്ങൾ പരസ്പരം ശാസിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് സ്നേഹിച്ചിട്ട് ശാസിക്കാം. എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. നല്ലതിനു വേണ്ടിയിട്ട്. നീതിമാന്റെ ശാസന തലയ്ക്ക് എണ്ണ. ഞാൻ അനുഭവസ്ഥനാണ്. ഉള്ളിൽ ഒരാളോടുള്ള സ്നേഹം കൊണ്ട് ചിലരെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, നന്നായിട്ട് ഒപ്പമുണ്ട് കൂട്ടായ്മയിൽ. അതുകൊണ്ട് നിങ്ങളും ഒരാളെ ശാസിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ അവരെ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. അവർ നല്ലതായിട്ട് വരാൻ ഉള്ളിനകത്ത് സ്നേഹം വെച്ചുകൊണ്ട് നീ ചെയ്യുന്നുവെങ്കിൽ അത് ശീലത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ. നിന്റെ കുഞ്ഞിനോട് പലപ്പോഴും നീ കാണിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടി. പെൻസിൽ കൊണ്ട് കളഞ്ഞേച്ചു വന്നു. 3 ദിവസം പെൻസിൽ മേടിച്ചില്ല, 4ൻ്റെ അന്ന് വീണ്ടും മേടിച്ചു. എന്തിനാണ്? നീ വീണ്ടും കളയാതിരിക്കാൻ. കുഞ്ഞിനോടുള്ള വിദ്വേഷമല്ല, വിരോധമല്ല, സ്നേഹത്താൽ ഉള്ള അനുഭവം. അതുപോലെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവൻ. സകലവും സ്നേഹം. ശാസിക്കുന്നത്, ശകാരിക്കുന്നത്, ശിക്ഷിക്കുന്നത് സ്നേഹത്തിലായിരിപ്പിൻ. പ്രോത്സാഹിപ്പിക്കുന്നത് സ്നേഹത്തിലായിരിപ്പിൻ. മറ്റൊരു തലത്തിൽ ദൈവമക്കളും അതിനെ ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. ഒരാൾ സ്നേഹം കൊണ്ട് നിന്നെ ശാസിക്കുമ്പോൾ, സ്നേഹം കൊണ്ട് നിന്നെ ശിക്ഷിക്കപ്പെടുമ്പോൾ, അത് പ്രൈസ് ദി ലോർഡ്, നിനക്കൊരു അരോചകരമായിട്ട് നീ അതിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. നീ അതിനെ ഒരിക്കലും മറ്റൊരു കണ്ണിലതിനെ കാണാൻ ശ്രമിക്കരുത്. മറ്റൊരു രീതിയിൽ അതിനെ എടുക്കാൻ ശ്രമിക്കരുത്. ഇന്ന് ഈ 5 ശീലങ്ങളും അനുസരിച്ചു പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉണർന്നിരിക്കണം, അഥവാ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ വിശ്വാസത്തെ നിലനിൽക്കണം, പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം.